UDF പ്രവർത്തകരെ തൊട്ടുകളിച്ചാൽ വീട്ടിൽ കയറി തലക്കടിക്കുമെന്ന ഭീഷണിയുമായി മുൻ MLA PV അൻവർ. തനിക്ക് നേരെ ആളെ പറഞ്ഞേക്കാൻ നോക്കുന്നവരെയും വെറുതെ വിടില്ലെന്നും PV അൻവർ. ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിലാണ് അൻവറിന്റെ പരാമർശം. തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയും. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ. നമുക്കറിയാം, വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും. തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തലക്ക് അടിക്കുള്ളൂ, മനസ്സിലായോ? ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം, തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശിവദാസ് കരുമനം ചിരിക്കുകയാണ്. ശിവദാസ്, ഒരു പൊതുയോഗത്തിലാണ് വീണ്ടും ഭീഷണി പരാമർശം PV അൻവർ നടത്തിയത്. എന്തൊക്കെയായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിന്റെ വാക്കുകൾ? തീർച്ചയായും അങ്ങനെ തന്നെ KP. ഇന്നലെ വൈകിട്ട് നിലമ്പൂരിലെ ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിലാണ് ഇത്തരത്തിൽ ഭീഷണി സ്വരവുമായി PV അൻവർ രംഗത്തെത്തിയത്. അതായത് പ്രസംഗിക്കുന്നതിന് ഇടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുമായി PV അൻവർ പ്രത്യേകിച്ച് CPM പ്രവർത്തകരോടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അതായത് തന്നെയോ അല്ലെങ്കിൽ UDF പ്രവർത്തകരെയോ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി ഇരിക്കില്ല, ആ പറഞ്ഞയച്ച ആളുടെ വീട്ടിൽ കയറി അടിക്കും എന്ന് തന്നെയാണ്. ഇതൊരു സൂചന മാത്രമാണ്. അതുകൊണ്ട് വെറുതെ തങ്ങളുടെ മേലേക്ക് കുതിര കയറാൻ വരേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഭീഷണി, കൃത്യമായി തന്നെ ഒരു ഭീഷണിയാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസം UDF കൊണ്ടുവന്നിരുന്നു. ഇതിനെ തുടർന്ന് രാവിലെ 11 മണിയോടെ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഈ സമയത്ത് PV അൻവറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകരും ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് വ്യാപകമായ ഒരു സംഘർഷം ഉണ്ടായ സമയത്ത് പോലീസാണ് ഇത് നിയന്ത്രിച്ചത്. അതിനുശേഷം ഈ അവിശ്വാസം പ്രമേയം പാസ്സായി. ഈ ഒരു LDF ഭരിച്ചിരുന്ന ചുങ്കത്തറ പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. നേരത്തെ 10 അംഗങ്ങൾ LDFനും 10 അംഗങ്ങൾ UDFനുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്നലെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിലൂടെ ഒരു അംഗം LDFിലെ ഒരു അംഗം കൂറുമാറി UDFന് വോട്ട് ചെയ്തു. അങ്ങനെ ഈ പഞ്ചായത്തിന്റെ ഭരണം UDFന് ലഭിച്ചു. ഇത് PV അൻവറിന്റെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ LDF പ്രവർത്തകർ ഈ സംഭവ സ്ഥലത്ത് വലിയ രീതിയിൽ തന്നെ സംഘർഷം ഉണ്ടാക്കിയത്. തിരിച്ചും UDF പ്രവർത്തകരും അത്തരത്തിൽ വലിയ സംഘർഷത്തിന് നേതൃത്വം നൽകിയിരുന്നു. PV അൻവർ അടക്കമുള്ള നേതാക്കൾ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇതിനുശേഷം ആണ് വൈകിട്ടോടെ ചുങ്കത്തറയിൽ ഇത്തരത്തിൽ ഒരു പൊതുയോഗം നടന്നിരുന്നത്. ആ പൊതുയോഗത്തിലാണ് ഈ പശ്ചാത്തലം വെച്ച് PV അൻവർ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. തന്നെ ആക്രമിക്കാൻ വന്നാൽ, തന്നെ മാത്രമല്ല UDF പ്രവർത്തകരെയും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ വരുന്ന ആളുകൾ വെറും തൊഴിലാളികൾ മാത്രമാണ്, അവരെ പറഞ്ഞയച്ച ആളുകളുടെ വീട്ടിൽ കയറി ആക്രമിക്കും, അത് വെറുതെയുള്ള ആക്രമണമായിരിക്കില്ല, അവരുടെ തല നോക്കി തന്നെ അടിക്കുമെന്ന് കൃത്യമായി അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇത് ഒരു പൊതു പരിപാടിയിലാണ് പറയുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം PV അൻവർ നേരത്തെ കൊലപാതക കേസിൽ അടക്കം പ്രതിയായ ഒരു വ്യക്തി കൂടിയാണ്, മുൻ MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരം കേസുകളിൽ നിന്ന് എല്ലാം തന്നെ അദ്ദേഹം ഊരിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം കൂടി PV അൻവറിന് ഉണ്ട്. നിരവധി കേസുകൾ മുൻപ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഒരു ബിസിനസ്മാൻ കൂടിയാണ് അദ്ദേഹം. നിരവധി ക്രിമിനൽ പശ്ചാത്തലം ഉള്ള കേസുണ്ട്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതെല്ലാം തന്നെ അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. KP.